സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാടൻ പാട്ടു മത്സരവേദിയിൽ വീണ്ടും പ്രതിഷേധം. കുട്ടികൾ പാടുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് വിമർശനം. വേദിക്ക് മുന്നിൽ പാട്ടുപാടിയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ നാട്ടുകലാകാര കൂട്ടമാണ് ഈ പറയുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായിട്ടുണ്ട്. അജീഷ്, നേരത്തെ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. നാടൻ പാട്ട് കലാകാരന്മാർക്ക് അവരുടെ ആ വേദി അവർക്ക് ഒട്ടും തന്നെ അനുയോജ്യമല്ല എന്നതായിരുന്നു അവരുടെ ആക്ഷേപം. എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നത്? കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് ഈ നാടൻപാട്ട് കലാകാരന്മാരുടെ സംഘടന ആവശ്യപ്പെട്ടത്. നമുക്കും ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അത് അനുഭവപ്പെട്ടു. കാരണം ഈ രണ്ട് സ്പീക്കറാണ് ഇരുവശത്തും ഉള്ളത്. അതിൻ്റെ ആ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം കുട്ടികൾ പറയുന്ന വാക്കുകൾ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല, താളം മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഒരു പ്രതിഷേധം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കലാകാരന്മാർ ഇവിടെ പ്രതിഷേധിച്ചത്. അങ്ങനെ നേരത്തെ തന്നെ ഈ പരിപാടി 9:30 നിശ്ചയിച്ചിരുന്ന നാടൻപാട്ട് പരിപാടി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇവിടുത്തെ സംഘാടകരോട് ഈ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുത്തെ ഈ സ്പീക്കർ സിസ്റ്റം പ്രശ്നമുണ്ട്, ഈ വേദി തന്നെ പ്രശ്നമുണ്ട്, അടഞ്ഞ വേദിയാണ്, ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ്. ഇവിടുന്ന് ഈ പരിപാടി മാറ്റണം. കാരണം നാടൻ പാട്ടായതുകൊണ്ട് തന്നെ ഇതിൽ ഇതിൻ്റെ വാദ്യങ്ങളുണ്ട്. അപ്പോൾ അത് പാടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് കണക്കിലെടുത്ത് ഈ വേദി ഇവിടുന്ന് മാറ്റണം. ഒന്നുകിൽ വേദി മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഈ സ്പീക്കർ സിസ്റ്റം തന്നെ മാറ്റണമെന്നൊരു ആവശ്യമായിരുന്നു ഇവർ ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് മുഖവിലക്കെടുക്കാൻ ഇവിടുത്തെ സംഘാടകർ തയ്യാറായില്ല. പോലീസിനെ വിവരമറിയിച്ച് ആദ്യം ഈ പ്രതിഷേധിച്ചവരെ ഇവിടുന്ന് മാറ്റുകയാണ് ചെയ്തത്. പിന്നീട് 45 മിനിറ്റ് വൈകിയാണ് നാടൻപാട്ട് മത്സരങ്ങൾ ഇവിടുന്ന് തുടങ്ങിയത്. ഈ തുടങ്ങിയപ്പോൾ ആദ്യത്തെ പാട്ട് കേട്ട് നോക്കാമെന്ന് ഈ പ്രതിഷേധക്കാർ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ ആ കാണികൾക്കടക്കം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ചേട്ടാ, ഈ ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ എന്തെങ്കിലും പ്രശ്നം? വരികളൊന്നും ഒരു വരികളും മനസ്സിലാവുന്നില്ല. വലിയ ഒരു മുഴക്കം മാത്രമാണ് നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞത്. സ്പീക്കർ എന്ന ഒരു വളരെ മോശപ്പെട്ട സ്റ്റേജ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതെ. അത് ചേട്ടാ പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? കേൾക്കത്തില്ല, പാട്ട് കേൾക്കത്തില്ല. എന്തൊക്കെയാ പറയുന്നുണ്ട്, അല്ല പാട്ട് വ്യക്തമാണ്. ചേച്ചി തോന്നി എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ മക്കളും മത്സരിക്കുന്നുണ്ട്, അപ്പം നമുക്കും ക്ലിയർ ആവുന്നില്ല. ഇത് തന്നെയാണ് ഈ 3 ദിവസമായിട്ട് ഇവിടെ സംഘാടക സമിതി ഈ പരാതി അറിയിച്ചതാണ്. അപ്പോൾ അവരത് ഗൗരവമായിട്ട് എടുത്തില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുമ്പോഴാണ്, നമ്മളൊക്കെ നാടൻപാട്ട് കേട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ കുട്ടികൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള കുട്ടികളുടെ എല്ലാം ഭാവിയെ അനിശ്ചിതമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ മാത്രമല്ല, ഈ പരിപാടി കാണാൻ ഇവിടെ വന്നിരിക്കുന്നവർ പോലും ഇതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അവർ പറയുന്നത് കുട്ടികൾ പാടുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അജീഷ്, എനിക്ക് തോന്നുന്നു അവിടുത്തെ നാടൻ പാട്ട് കലാകാരന്മാർ പാട്ടുപാടിക്കൊണ്ട് പ്രതിഷേധിച്ചു വേദിയിൽ. കാരണം നേരത്തെ അവിടെ പലരും സംസാരിച്ചത് കേട്ടപ്പോൾ മനസ്സിലായത് നാടൻ പാട്ടിന് സാധാരണ ഒരു തുറസായിട്ടുള്ള ഇടമാണ് വേദിയായി വേണ്ടത്. അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും കൃത്യമായി പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നൊക്കെയാണ്. ഈ പ്രതിഷേധം എത്രത്തോളം ശക്തമാണ് അവിടെ? സംഘാടകർ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? അവർ വേദി മാറ്റാൻ തയ്യാറാകുമോ? ഈ സംഘാടകർ, നമ്മൾ ആദ്യം ഈ സംഘാടകരോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ വേദി തീരുമാനിക്കുന്നത് ഈ കലോത്സവത്തിന്റെ പൊതുവായ ഒരു സംഘാടക സമിതിയാണ്. അതുകൊണ്ട് വേദി മാറ്റുക ഇനി സാധ്യമല്ല. ഈ സ്പീക്കറിന്റെ ഇത് മാറ്റുന്നതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ സംഘാടക സമിതിയോട് സംസാരിക്കാമെന്നായിരുന്നു. പക്ഷേ അതിലും ഒരു തീരുമാനം ഉണ്ടായില്ല. അങ്ങനെ ഈ പോലീസ് എത്തി ഈ പ്രതിഷേധക്കാരെ ഇവിടുന്ന് മാറ്റിയിട്ട്, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഈ പാട്ടൊന്ന് കേട്ട് നോക്കൂ, എന്നിട്ട് നിങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ പ്രതിഷേധിക്കൂ എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് ഒരു പാട്ട് കേൾക്കാൻ അവർ തയ്യാറത്. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അവർ വീണ്ടും പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ പ്രതിഷേധക്കാരോട് മാത്രമല്ല ഈ ബൈറ്റ് ചോദിച്ചത്, ഈ കാണാൻ വന്നിരുന്ന സാധാരണക്കാരായ ആളുകളോടും ചോദിച്ചിരുന്നു. അവരും പറയുന്നത് വ്യക്തമായി കുട്ടികൾ പാടുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. കാരണം കുട്ടികളുടെ ഏറ്റവും അവസാനത്തെ മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലെ മത്സരവേദിയാണ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി തന്നെ അതിനെ ബാധിക്കുന്ന തരത്തിലാണ് ഈ സംഘടനകളുടെ. ഇത് ഒരു വളരെ ന്യായമായ വിമർശനമാണ്, അല്ലെങ്കിൽ ആക്ഷേപമാണ് നമുക്ക് പറയാം. കാരണം അവിടെ ഈ പാട്ട് കേൾക്കാൻ വന്ന കാണികൾക്ക് പോലും ഇത് ശരിയാവണ്ണം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ആദ്യത്തെ ഇനം നടക്കുമ്പോൾ തന്നെ നാടൻ പാട്ട് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ പറഞ്ഞ ആളുകൾ, നമ്മൾ നാടൻ പാട്ട് സാധാരണ കേൾക്കുന്നില്ല, ഇത് കൃത്യമായി കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ആക്ഷേപം, പരാതി വളരെ ഗൗരവമുള്ളതാണ്, ന്യായമായ ഒന്നാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവുക തന്നെ വേണ്ടേ? അതല്ലാതെ ഇനിയിപ്പോൾ ഈ വേദിയിൽ തുടർന്ന് ഇതിൻ്റെ മറ്റ് കണ്ടസ്റ്റൻസ് ഈ വേദിയിൽ വരാൻ സാധ്യതയുണ്ടോ? മറ്റ് മത്സരാർത്ഥികൾ വരാൻ സാധ്യതയുണ്ടോ? പരിപാടി നിർത്തിവെച്ചിരിക്കുകയല്ലേ?
മറ്റൊരാൾ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ഗോപി, അപ്പോൾ ഗോപി, അതാണ് ഈ മറ്റു കുട്ടികൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ഈ മത്സരം തുടരുക തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ. അത് തടസ്സമൊന്നുമില്ല. ഈ സംഘാടകരുടെ തീരുമാനം, പ്രതിഷേധം ഒരു വഴി തുടരട്ടെ, കുട്ടികൾ എത്തിയവർ മത്സരിക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് സംഘാടകരുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ടീം ഇപ്പോൾ നാടൻപാട്ട് പാടുവാൻ വേദിയിലെത്തി അവർ മത്സരം തുടങ്ങി കഴിഞ്ഞു. അതായത് അജീഷ്, ഇവർ മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല അല്ലെ? വേദിയിൽ ഇപ്പോഴും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒരു ഭാഗത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട് എന്ന് മാത്രം അല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. അതായത് വേദിയിൽ ഇപ്പോഴും മത്സരം നടക്കുന്നുണ്ട്. നാടൻ പാട്ട് വേദിയിൽ ഇപ്പോഴും നാടൻ പാട്ടിന്റെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കലാകാരന്മാർ പാടുമ്പോൾ അത് ശരിയാവണ്ണം കേൾക്കാൻ കഴിയുന്നില്ല എന്ന് കാണികൾക്ക് പോലും പരാതിയുണ്ട്. നേരത്തെ തന്നെ ഈ വേദി നാടൻ പാട്ടിന് അനുയോജ്യമായ ഒന്നല്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ നോക്കാം എന്ന് മാത്രമാണ് സംഘാടകർ പറയുന്നത്. വേദി മാറ്റണമെന്ന ആവശ്യം ഇതിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വേദി മാറ്റാൻ കഴിയില്ല എന്ന നിലപാടാണ് സംഘാടകർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് നാടൻപാട്ട് കലാവേദിയിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.